എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 10ാമത്തെ സർഗത്തിലെ 5ഉം 6ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 5ാമത്തെ ശ്ലോകത്തിൽ ഉപജാതി വൃത്തവും 6ാമത്തേതിൽ ഇന്ദ്രവജ്ര വൃത്തവുമാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ ദ്വാരകയെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. നമുക്ക് 5ാമത്തെ ശ്ലോകം ആദ്യം നോക്കാം. രുദ്ധാംബരേ ഭാസ്വതിതാപനീയേ തത്സാലരേഖാരശനാകലാപേ ദിനേ ദിനേ വീജികരോദ്ധൃതാനി രത്നാനി വിന്യസ്യതി വാരിരാശി. ഇനി സമുദ്രം എന്തൊക്കെയാണ് ചെയ്യണത് എന്ന് തന്നെയാണ് പറയണത്. ഈ ശ്ലോകത്തിൽ പദച്ഛേദമൊന്നും പറയാനില്ല, പദങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. രുദ്ധാംബരേ ഭാസ്വതി താപനീയേ തത്സാലരേഖാരശനാകലാപേ ദിനേ ദിനേ വീജികരോദ്ധൃതാനി രത്നാനി വിന്യസ്യതി വാരിരാശി. എന്താണ് വാരിരാശി ചെയ്തത്? വാരിരാശി എന്ന് പറഞ്ഞാൽ സമുദ്രം, വാരിയുടെ വെള്ളത്തിൻ്റെ കൂട്ടം സമുദ്രം എന്നർത്ഥം. സമുദ്രം എന്തായിരുന്നു ദ്വാരകയുടെ അടുത്ത് വന്ന് ചെയ്തത്? ദിനേ ദിനേ, ഓരോ ദിവസവും, പ്രതിദിനം, ദിനംതോറും, രുദ്ധാംബരേ ഭാസ്വതി, രുദ്ധാംബരേ ഭാസ്വതി താപനീയേ. രുദ്ധാംബരം, രുദ്ധം എന്ന് പറഞ്ഞാൽ സ്പർശിച്ച, സ്പൃഷ്ടമായ. അംബരം, അംബരം എന്നുള്ളതിന് ആകാശമെന്നും വസ്ത്രമെന്നും അർത്ഥമുണ്ട്. അപ്പോൾ ആകാശത്തെ സ്പർശിക്കുന്നതായ വീജികൾ എന്ന സമുദ്രത്തിൻ്റെ പക്ഷത്തിൽ പറയാം, അല്ലെങ്കിൽ ഒരു വസ്ത്രം എന്നുള്ള അർത്ഥത്തിലും അംബരം പറയാറുണ്ട്. അപ്പോൾ സ്പൃഷ്ടമായ അല്ലെങ്കിൽ സ്പർശിച്ചതായ, ഉടുത്തിരിക്കുന്നതായ വസ്ത്രം എന്നുള്ള രീതിയിലും ആകാശം സ്പർശിക്കുന്ന വിധത്തിൽ എന്നുള്ള രണ്ടർത്ഥം അവിടെ നമുക്ക് കിട്ടും. അതാണ് രുദ്ധാംബരേ ഭാസ്വതി താപനീയേ. ആ ഇതിൻ്റെ സമുദ്രത്തിൻ്റെ വീചിമാലകൾ അല്ലെങ്കിൽ അതിൻ്റെ തരംഗ വീചികൾ ആകാശത്തെ സ്പർശിക്കുന്നത് പോലെ നിന്നുകൊണ്ട്, അത്രയ്ക്ക് ഉയർന്നു വരുന്ന തിരമാലകളാണ് എന്ന് പറയാനാണ് കവി ഉദ്ദേശിക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നല്ല തിളക്കമുള്ളൊരു വസ്ത്രം ഉടുത്തുകൊണ്ട്, തിളക്കമുള്ളൊരു വസ്ത്രമായി നിന്നുകൊണ്ട് എന്നും പറയാം. അതാണ് ഭാസ്വതി താപനീയ. താപനീയം എന്ന് പറഞ്ഞാൽ, തപനീയം എന്നൊക്കെ പറഞ്ഞാൽ സ്വർണം എന്നർത്ഥം. ആ സ്വർണ്ണവർണ്ണമുള്ളതായ ഒരു വസ്ത്രം ഉടുത്തുകൊണ്ട് ഈ സമുദ്രം ദ്വാരകയ്ക്ക് ചുറ്റും നിന്ന് അങ്ങനെ ശോഭിച്ചു എന്നാണ് പറഞ്ഞു വരണത്. എന്നിട്ട് അങ്ങനെയുള്ളൊരു വസ്ത്രം ധരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഉയർന്ന തിരമാലകളോട് കൂടിയിട്ട് എന്താണ് പിന്നെ ചെയ്തത്? തത്സാലരേഖാരശനാകലാപേ. തത്സാലരേഖാരശനാകലാപം. സാലരേഖ എന്ന് പറഞ്ഞാൽ സ്വർണ്ണരേഖയാണ്. ഈ വസ്ത്രത്തിനൊക്കെ ഉണ്ടാകുന്നതായിട്ടുള്ള ഈ കസവ് കര, അതിനെയാണ് സാലരേഖ എന്നൊക്കെ പറയുന്നത്. ആ സാലരേഖ കൊണ്ട് നിർമ്മിച്ചതായ, കസവ് കര കൊണ്ട് നിർമ്മിച്ചതായ രശനാകലാപത്തിൽ, രശനാകലാപം എന്ന് പറയുമ്പോൾ അരഞ്ഞാണം, സ്വർണ്ണ നൂലുകൊണ്ട്, സ്വർണ്ണ കസവ് കൊണ്ട് നിർമ്മിച്ചതായ അരഞ്ഞാണത്തിൽ വീജീകരോദ്ധൃതാനി രത്നാനി വിന്യസ്യതി. വീജികളാകുന്ന കരങ്ങൾ കൊണ്ടെടുത്തതായ, തിരമാലകളാകുന്ന കൈകൊണ്ട് എടുത്തതായ രത്നങ്ങളെ വിന്യസിക്കുന്നു. ഇവിടെ തിരമാലകളുടെ ഔന്നത്യത്തെ പറ്റിയിട്ടും പറയാം. ഈ സമുദ്രം തന്നെ, സമുദ്രത്തിൻ്റെ ജലം തന്നെ വസ്ത്രമായിട്ട് ഈ ദ്വാരകയ്ക്ക് ചുറ്റും നിന്നു എന്നുള്ളതും, അതോടൊപ്പം സമുദ്രത്തിൻ്റെ അന്തർഭാഗങ്ങളിൽ എവിടെയോ കിടക്കുന്നതായിട്ടുള്ള രത്നങ്ങൾ അത് ദ്വാരകയ്ക്ക് ചുറ്റും അതിൻ്റെ ഈ അരഞ്ഞാണം പോലെ, മുത്ത് പതിപ്പിച്ച അരഞ്ഞാണം പോലെ വച്ചുകൊണ്ട് ദ്വാരകയുടെ സൗന്ദര്യം സമുദ്രം വർദ്ധിപ്പിച്ചു എന്നാണ് കവി വർണ്ണിക്കുന്നത്. സാധാരണ ആൾക്കാർ നല്ല വസ്ത്രമൊക്കെ ചുറ്റി അതിൻ്റെ മീതെ ഒരു രശന അല്ലെങ്കിൽ ഒരു അരഞ്ഞാണമൊക്കെ ധരിക്കാറുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾ അരഞ്ഞാണം ധരിച്ചിട്ട് നല്ല വലിപ്പമുള്ളതായ ഒഡ്യാണം, അരഞ്ഞാണമൊക്കെ കെട്ടാറുണ്ട്. ആ അരഞ്ഞാണമായിട്ട് സമുദ്രം തന്നെത്താനെ തൻ്റെ ഉള്ളിലുള്ളതായ രത്നങ്ങൾ കൊണ്ടുവന്ന് നിരത്തി വെച്ചു ദ്വാരകയ്ക്ക് ചുറ്റും. അതൊരു നല്ല വസ്ത്രവും, ഈ ഉയർന്ന വീചീതരംഗങ്ങൾ നല്ലൊരു വസ്ത്രവും, തിളങ്ങി നിൽക്കുന്നൊരു വസ്ത്രവും, സമുദ്രം തന്നെ കൊണ്ടുകൊടുത്തതായിട്ടുള്ള രത്നങ്ങൾ അതിൻ്റെ മുകളിൽ വച്ചിരിക്കുന്നതായ അല്ലെങ്കിൽ ധരിച്ചിരിക്കുന്നതായ അരഞ്ഞാണത്തിൽ പതിച്ച അല്ലെങ്കിൽ രത്നം പതിച്ച അരഞ്ഞാണവുമായിട്ടാണ് കവി ഇവിടെ
ഭാവന ചെയ്യുന്നത്. പലതരത്തിലുള്ള അലങ്കാരങ്ങൾ വരുന്നുണ്ട്. കുറച്ച് വ്യാഖ്യാനിക്കാൻ ഒരു വ്യത്യസ്തതയുള്ളൊരു അർത്ഥത്തിന് കുറച്ച് ക്ലിഷ്ടതയുള്ളതായിട്ടുള്ളൊരു ശ്ലോകമാണ്. എവിടേക്കാണ് ഏതൊക്കെ പദങ്ങളാണ് കൂട്ടിച്ചേർത്ത് അന്വയിക്കേണ്ടത് എന്നുള്ള ചെറിയ ചില സംശയങ്ങൾ വ്യാഖ്യാനങ്ങളൊക്കെ നോക്കിയാൽ പോലും ഉണ്ടാകുന്നതായിട്ടുള്ളൊരു ശ്ലോകമാണ്. പക്ഷേ ഏതാണ്ട് അർത്ഥം ഇതുതന്നെയാണ്. ദ്വാരക ഈ സമുദ്രമാകുന്ന ഞൊറിയിട്ടുടുത്ത പട്ട് ഉടുത്തുകൊണ്ട് അതിൻ്റെ മീതെ രത്നങ്ങൾ പതിച്ച ഒരു അരഞ്ഞാണവും ധരിച്ചു എന്നുള്ളതാണ് ഇവിടെ വർണ്ണിക്കുന്നത്. സമുദ്രത്തിൻ്റെ സാമീപ്യം എപ്പോഴും ദ്വാരകയ്ക്ക് ഉണ്ടായിരുന്നു എന്നർത്ഥം. നമുക്ക് 6ാമത്തെ ശ്ലോകം കൂടി നോക്കാം. അത്യുന്നതത്വാദ് ഗൃഹമണ്ഡലാനാം ദ്യാമുത്പതന്തീമിവ ദൃശ്യമാനാം യാമൂർമിഹസ്തൈരുപഗുഹ്യഗാഢം ആഭാതിരുന്ധന്നിവ വീചിമാലി. നമുക്കാദ്യം പദച്ഛേദം പറയാം. അത്യുന്നതത്വാദ് ഗൃഹമണ്ഡലാനാം ദ്യാം ഉത്പതന്തീം ഇവ ദൃശ്യമാനാം യാം ഊർമിഹസ്തൈഃ ഉപഗുഹ്യ ഗാഢം ആഭാതി രുന്ധൻ ഇവ വീചിമാലി. ഈ കൊട്ടാരക്കെട്ടുകളിൽ ഉയർന്നു നിൽക്കുന്നതായ ഗൃഹങ്ങൾ എന്തിനോ വേണ്ടി കൊതിക്കുന്നു, എന്തിനോ പുറപ്പെടുകയാണ് എന്നാണ് കവി പറയണത്. ഇവിടെ വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ് അന്വയം തുടങ്ങുന്നത്. ഗൃഹമണ്ഡലാനാം അത്യുന്നതത്വാത്. ഗൃഹമണ്ഡലങ്ങൾ, കൊട്ടാരം എന്ന് പറയുമ്പോൾ 1-2 വീടുകളൊന്നുമല്ല, അനവധി വീടുകളുണ്ട്. അപ്പോൾ ഗൃഹമണ്ഡലം എന്ന് തന്നെ പറയണം. മണ്ഡലം കൂട്ടമാണ്, അനവധി വീടുകൾ. അതൊക്കെ ഇങ്ങനെ ഉയർന്നാണ് നിൽക്കുന്നത്. സമുദ്രത്തിലെ തിരമാലകളിൽ നിന്നും സമുദ്രനിരപ്പിൽ നിന്നൊക്കെ നല്ലവണ്ണം ഉയർത്തിയിട്ടാണ് ഈ ദ്വാരക പണിതത്. അപ്പോൾ ഉയർന്നു നിൽക്കുന്നതായ ഗൃഹമണ്ഡലാനാം അത്യുന്നതത്വാത്, ഉയർന്നു നിൽക്കുന്ന ഈ ഗൃഹങ്ങളൊക്കെ തന്നെ ദ്യാം ഉത്പതന്തീമിവ ദൃശ്യമാനാം. ദ്യാം എന്ന് വെച്ചാൽ സ്വർഗത്തെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് ഉയർന്നു ചാടി നിൽക്കുകയാണോ അല്ലെങ്കിൽ ഉയർന്നു ചാടാൻ പുറപ്പെടുകയാണോ എന്ന് തോന്നും വണ്ണം. അതാണ് ഉത്പ്രേക്ഷാലങ്കാരാണ്. ഉത്പതന്തീമിവ, മുകളിലേക്ക് ചാടാൻ തയ്യാറായി നിൽക്കുകയാണോ എന്ന് തോന്നും വിധം അത്രയ്ക്ക് ഉയർത്തിയാണ് പണിതിരിക്കുന്നത്. സമുദ്രത്തിൻ്റെ യാതൊരു വിധത്തിലുള്ള ആക്രമണങ്ങളും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ച് തന്നെയാണ് വിശ്വകർമാവ് ഇത് പണിതിരിക്കുന്നത്. അപ്പോൾ എന്നാലും ആ സ്വർഗലോകത്തിൻ്റെ ഭംഗിയൊക്കെ കണ്ടിട്ട് അവിടുത്തെ ഗൃഹങ്ങളാവാൻ കൊതിച്ചുകൊണ്ട് ഈ ദ്വാരകയിലെ ഗൃഹങ്ങൾ മുകളിലേക്ക് ഉയർന്നു ചാടാൻ പുറപ്പെടുകയാണോ എന്ന് സംശയം തോന്നിയിരുന്നു. ഉത്പതന്തീം ഇവ ദൃശ്യമാനാം യാം, യാതൊരു ദ്വാരകയെ, അങ്ങനെയുള്ളതായ ഉയർന്നു നിൽക്കുന്ന ഗൃഹങ്ങളോടുകൂടിയ ആ ദ്വാരകയെ വീചിമാലി, വീചികളുടെ മാലകൾ ഉള്ളവൻ. വീചി തരംഗങ്ങളുടെ മാല എന്ന് പറഞ്ഞാൽ തരംഗങ്ങളുടെ സമൂഹം. നിറയെ തരംഗങ്ങൾ, നിറയെ ഈ തിരമാലകളുള്ളത് സമുദ്രത്തിലാണല്ലോ. അപ്പോൾ വീചിമാലി എന്ന് പറഞ്ഞാൽ സമുദ്രം എന്നർത്ഥം. ആ സമുദ്രം എന്താ ചെയ്യണത്? ഊർമിഹസ്തൈഹി, തൻ്റെ തരംഗങ്ങളാകുന്ന കൈകളാൽ ഗാഢം ഉപഗുഹ്യ രുന്ധന്നിവ ആഭാതി, അമർത്തി കെട്ടിപ്പുണർന്നിട്ട് മുകളിലേക്ക് കുതിച്ചു പോകണ്ട എന്ന് പറഞ്ഞ് അവരെ, ആ ഗൃഹങ്ങളെയൊക്കെ തന്നെ തടയുന്നത് പോലെ, ദ്വാരകയെ തടയുന്നത് പോലെ തോന്നിച്ചു. അതാണ് അവിടെ വീണ്ടും ഉത്പ്രേക്ഷാലങ്കാരം. ഗാഠമുപഗുഹ്യ രുന്ധന്നിവ ആഭാതി, രുന്ധന്നിവ തടയുന്നത് പോലെ. ആ ദ്വാരക ഒന്ന് കുതിച്ചാൽ വേണമെങ്കിൽ സ്വർഗലോകത്ത് എത്തും. അപ്പോൾ ആ സ്വർഗലോകത്തിലേക്കൊന്നും എത്തിപ്പോവണ്ട, ഈ ഭൂമിയിൽ തന്നെ നിന്നാൽ മതി എന്ന് പറയുന്ന വിധത്തിൽ, എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിൽ കെട്ടിപ്പുണർന്നുകൊണ്ട് താഴത്തേക്ക് പിടിച്ചു വലിച്ചു നിൽക്കുകയാണോ ഊർമി ഹസ്തങ്ങളെ കൊണ്ട് എന്ന് തോന്നും വണ്ണം സമുദ്രം അതിന് ചുറ്റും വ്യാപിച്ച് സൗന്ദര്യം വർദ്ധിപ്പിച്ചു. അപ്പോൾ ദ്വാരക എന്നുള്ളതൊരു സ്ത്രീലിംഗവും വീചിമാലി പുല്ലിംഗത്തിലുമൊക്കെ പറഞ്ഞിട്ട് മുകളിലേക്ക് അല്ലെങ്കിൽ ഉയർന്നു ചാടാൻ പുറപ്പെടുന്ന ഒരു പെൺകുട്ടിയെ ചാടിയാൽ വീഴും എന്ന് വിചാരിച്ചിട്ട് തടയുന്ന ഒരു പുരുഷൻ നിൽക്കുന്നത് പോലെ വർണ്ണിച്ചത് കൊണ്ട് ഇവിടെ സമാസോക്തി അലങ്കാരമുണ്ട് എന്നും വ്യാഖ്യാതാവ് സൂചിപ്പിക്കുന്നുണ്ട്. ദ്വാരകയുടെ ഔന്നത്യമാണ്, ഗൃഹങ്ങളുടെ ഔന്നത്യമാണ് ഈ ശ്ലോകം കൊണ്ട് കവി വർണ്ണിക്കാൻ ഉദ്ദേശിക്കുന്നത്. മുകളിലേക്ക് ഉയർന്നു ചാടുമ്പോൾ അത് അപകടമാണെന്ന് കരുതിയിട്ട് പിടിച്ചു നിർത്താൻ കയ്യ് നീട്ടുന്നത് പോലെ, പിടിച്ച് താഴേക്ക് നിർത്താൻ വേണ്ടിയിട്ട് കൈ നീട്ടുന്നത് പോലെയായിരുന്നു സമുദ്രത്തിൻ്റെ വീചി ഹസ്തങ്ങൾ
പുറപ്പെട്ടിരുന്നത്. അതുപോലെയായിരുന്നു എന്നാണ് കവി വർണ്ണിക്കുന്നത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. രുദ്ധാംബരേ ഭാസ്വതിതാപനീയേ തത്സാലരേഖാരശനാകലാപേ ദിനേ ദിനേ വീചികരോദ്ധൃതാനി രത്നാനി വിന്യസ്യതി വാരിരാശി അത്യുന്നതത്വാദ് ഗൃഹമണ്ഡലാനാം ദ്യാമുത്പതന്തീമിവ ദൃശ്യമാനാം യാമൂർമിഹസ്തൈരുപഗുഹ്യഗാഢം ആഭാതിരുന്ധന്നിവ വീചിമാലി. ഇനിയും ദ്വാരകയുടെ വർണ്ണന കഴിഞ്ഞിട്ടില്ല. അടുത്ത് വരുന്ന ശ്ലോകങ്ങളിലും ദ്വാരകയുടെ സൗന്ദര്യത്തെ പറ്റിയിട്ടും സമുദ്രത്തിൻ്റെ ആവരണത്തെ പറ്റിയിട്ടും ഒക്കെ വർണ്ണിക്കും. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.